മഹാരാഷ്ട്രയിലെ ലത്തൂർ നഗരത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ആ ഒരു നഗരത്തിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാടധികം കൃഷിസ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ റൂറൽ പോപ്പുലേഷനാണ് ആ ഒരു നഗരത്തിൽ കൂടുതലായിട്ടുള്ളത്. വളരെ ചുരുക്കം ഒരു അർബൻ പോപ്പുലേഷനേ ഉള്ളൂ എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം ഒരു 25%. കൃത്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ 12-ാം തീയതി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഉണ്ടായത്. വലിയ സമരവും കാര്യങ്ങളും അവർ സംഘടിപ്പിക്കുകയാണ്. ഡോക്ടർ ദാദാ സാഹിബ് അംബേദ്കർ പാർക്കിൽ നിന്നാണ് അവർ ആ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായത്. ജസ്റ്റ് പൊതുജനങ്ങൾ മാത്രമല്ല, ആ നാട്ടിലത്തെ MLAയും കൂടെ അവരുടെ ഒപ്പം ജോയിൻ ചെയ്യായിരുന്നു. അപ്പോൾ എന്തിനായിരുന്നു ആ ഒരു സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള പെൺകുട്ടിക്ക് നടന്ന അനീതിക്ക് ന്യായം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അതിൻ്റെ ഇടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പേരൻസിനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം മീഡിയനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവാളികൾക്ക് ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉപയോഗിച്ചുകൊണ്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പറയുകയാണ്. റീസെന്റ് മഹാരാഷ്ട്രയിൽ നടന്ന ഒരു കേസാണിത്. അക്ഷരാർത്ഥത്തിൽ മഹാരാഷ്ട്രയെ തന്നെ ഞെട്ടിച്ച ഒരു കേസായിരുന്നു. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസീൻ ദിസ് സൈഡ്. ഭാഗ്യശ്രീ എന്ന് പറയുന്ന 22 വയസ്സുള്ള പെൺകുട്ടി മഹാരാഷ്ട്രയിലെ ലത്തൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ജനിച്ചു വളർന്നത്. ഹാരംഗുൾ എന്നായിരുന്നു ആ ഒരു ഗ്രാമത്തിന്റെ പേര്. പിന്നീട് പഠിക്കാനായിട്ട് പൂനെയിലെ വഗോലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിലോട്ട് പോവുകയായിരുന്നു. അവിടെ BH റായ്സോണി എന്ന് പറയുന്ന ഒരു കോളേജിലായിരുന്നു ആ ഒരു പെൺകുട്ടി പഠിക്കുന്നുണ്ടായിരുന്നത്. BE കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ 4th ഇയർ ആയിരുന്നു, അതായത് ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൂനെയിലെ സക്കൂർ നഗറിലുള്ള ഒരു ഹോസ്റ്റലിൽ പെയിങ് ഗസ്റ്റ് ആയിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നത്. അന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് 30 ആയിരുന്നു. ഈവനിങ് ടൈമിൽ ആ പെൺകുട്ടി തൻ്റെ അമ്മയെ വിളിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു ഇന്നൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അപ്പോൾ രാത്രി ആ ഒരു പാർട്ടിക്ക് പോകുമെന്ന് പറയുകയാണ്. എന്നാൽ ആ ഒരു പാർട്ടിക്ക് പോയ പെൺകുട്ടി പിന്നീട് തിരിച്ചെത്തിയില്ല. പിന്നീട് ആ ഒരു പെൺകുട്ടിയുടെ ഫോണിലോട്ട് പാരൻസ് വിളിച്ചിട്ട് കണക്റ്റ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം റൂംമേറ്റിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല. അതേപോലെ തന്നെ കോള് വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ റൂംമേറ്റിന്റെ മറുപടിയും. പേടിച്ചുപോയ പേരൻസ് പിറ്റേ ദിവസം തന്നെ തങ്ങളുടെ മകളെ അന്വേഷിച്ച് ആ ഒരു നഗരത്തിലോട്ട് പോവുകയാണ്. അവർക്ക് അവിടെ ആരെയും പരിചയമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാലും അവർ അവരുടെ മകളെ അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഏപ്രിൽ 2-ാം തീയതിയായി. അന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഈ ഒരു ഭാഗ്യശ്രീയുടെ പാരൻസിൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്. സ്പെസിഫിക്കലി പറയാന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫോണിലോട്ട്. അതൊരു ഭീഷണി മെസ്സേജ് ആയിരുന്നു. അള്ളാഹ് ഹാഫിസ് സുദേ ഫാമിലി എന്നായിരുന്നു ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നത്. സുദേ എന്നായിരുന്നു ഈ ഒരു ഭാഗ്യശ്രീയുടെ ഫാമിലി നെയിം. ഭാഗ്യശ്രീയുടെ ഫുൾ നെയിം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യശ്രീ സൂര്യകാന്ത് സുദേ എന്നായിരുന്നു. അപ്പോൾ ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭാഗ്യശ്രീനെ ഇനി അന്വേഷിക്കേണ്ട, ഭാഗ്യശ്രീയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിലുണ്ടായത്. അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മകളെ ജീവനോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ 9 ലക്ഷം രൂപ കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഗ്രാമമായിട്ടുള്ള ഹരങ്ങളിൽ തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനാകുമെന്നുള്ളൊരു തരത്തിലുള്ള ഭീഷണി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് പോലീസിൻ്റെ അടുത്തോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. ഇത്രയൊക്കെ ആയപ്പോൾ ഭാഗ്യശ്രീയുടെ പാരൻസ് ആകെപ്പാടെ ഇല്ലാതാവുന്നൊരു സിറ്റുവേഷനിലോട്ട് എത്തി. അതായത് ഇത്രയും വലിയൊരു എമൗണ്ട് അവരുടെ കയ്യിൽ എടുക്കാനും ഇല്ല, അതേപോലെ തന്നെ ആ ഒരു നാട്ടിൽ ആരെയും അറിയേയില്ല. അവസാനം അവർ നേരെ പോലീസിൻ്റെ അടുത്തോട്ട് തന്നെ പോവുകയാണ്. എന്നിട്ട് മകളെ കാണാനില്ലാന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ഈ ഒരു ഭാഗ്യശ്രീയുടെ ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാണ്, മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ട്. അങ്ങനെ മുംബൈയിലെ ജോഗേഷ്മാരി ഏരിയയിൽ ആ ഒരു ഫോൺ ഉണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ മുംബൈ പോലീസിനെ അവർ കോൺടാക്ട് ചെയ്യുകയാണ്. പൂനെയിൽ നിന്ന് ഒരു പോലീസ് ടീം മുംബൈയിലോട്ട് പോവുകയും ചെയ്തു. അവർ ആ ഒരു ഏരിയ മുഴുവൻ സെർച്ച് ചെയ്തു. എന്നാലും ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ജസ്റ്റ് ആ ഒരു മെസ്സേജ് വരുന്നില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിഗ്നൽ വന്നപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളൊന്നും കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അവർ അവിടെ അന്വേഷിച്ച് വട്ടം തിരിയാനുണ്ടായത്. അത് ആരാണ് ഈ ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതെന്നോ, എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതായത് അതിനെക്കുറിച്ച് ഇങ്ങനെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവർക്ക് കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ഇങ്ങനെ കേസ് ഇങ്ങനെ കടന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ അടുത്തതായിട്ട് ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭാഗ്യശ്രീയുടെ പാരൻസിൻ്റെ അടുത്ത് അവർ പറഞ്ഞു, നിങ്ങൾ ഒരു 50,000 രൂപ ആ ഭാഗ്യശ്രീയുടെ അക്കൗണ്ടിലോട്ട് ഇട്. ഇപ്പോൾ അവർ നല്ല ബുദ്ധിപരമായിട്ട് കളിക്കുകയാണ്. അതായത് ഭാഗ്യശ്രീയുടെ ഫോണാണ് യൂസ് ചെയ്തത്, അതേപോലെ തന്നെ ഭാഗ്യശ്രീയുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ ഇടാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
ഇവരെ നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഭാഗ്യശ്രീയുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ പൈസ ഇടാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നുമില്ലാന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ATM ത്രൂ അത് വിത്ഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പിടികൂടാനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഭാഗ്യശ്രീയുടെ അക്കൗണ്ടിലോട്ട് പാരൻസ് ഒരു 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്യാണ് ഉണ്ടായത്. കറക്റ്റ് പോലീസുകാർ വിചാരിച്ചതുപോലെ തന്നെ ഇവരെ പോലീസുകാർ പിടികൂടുകയും ചെയ്തു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ ഒരു സമയത്ത് പോലീസുകാരെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. കാരണം കിഡ്നാപ്പ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യശ്രീയുടെ ഒപ്പം പഠിക്കുന്ന പയ്യനും ആളുടെ ഫ്രണ്ട്സും ആയിരുന്നു. ശിവം ഫുൽവാല എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. അതേ കോളേജിൽ IT ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഈ ഒരു ശിവം പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഭാഗ്യശ്രീയെ ശിവത്തിന് പരിചയമുണ്ട്. ഈ ഒരു പയ്യൻ ബഗോലി ഏരിയയിലായിരുന്നു താമസം. ഈ പയ്യൻ്റെ പാരൻസ് ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഭാഗ്യശ്രീ താമസിച്ചിരുന്നതിൻ്റെ അടുത്ത് ഒരു ഫീനിക്സ് മാൾ ഉണ്ട്, അങ്ങോട്ട് വരാനായിട്ട് പറയുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും മാളിൽ വെച്ച് മീറ്റ് ചെയ്തു. പിന്നീട് സംസാരമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഭാഗ്യശ്രീ പോകാൻ നേരത്ത് ഈ പയ്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കാറുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാം, അതായത് വീട്ടിൽ ഞാൻ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മാളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ആ കാറിലോട്ട് കയറുകയാണ്. ആ കാറിൽ ഓൾറെഡി 2 പേരുണ്ടായിരുന്നു. അതായത് ഇയാളുടെ ഫ്രണ്ട്സ് ആയിരുന്നു 2 പേരും. ആ ഒരു സ്പോട്ടിൽ അവർ 3 പേര് കൂടി ഈ ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ആ കാർ ഒരു റെൻ്റൽ കാറും ആയിരുന്നു കേട്ടോ. അതിലൊരാളുടെ പേര് സുരേഷ് ശിവജി എന്നായിരുന്നു. 23 വയസ്സായിരുന്നു ആ പയ്യൻ്റെ പ്രായം. ഡിപ്ലോമ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു IT യിൽ. അതിനുശേഷം മുംബൈയിൽ ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ സുരേഷിൻ്റെ കൂടെ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിച്ചൊരു പയ്യനായിരുന്നു. സാഗർ രമേശ് ജാദവ് എന്നായിരുന്നു ആ പയ്യൻ്റെ പേര്. 23 വയസ്സ് തന്നെയായിരുന്നു പ്രായം. ആൾ +2 ഫെയിലായതായിരുന്നു. അതിനുശേഷം ചെറിയ ജോലികളും മറ്റുമൊക്കെ ചെയ്തിട്ടായിരുന്നു ജീവിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പെൺകുട്ടി ഒച്ച വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ടേപ്പ് എടുത്തിട്ട് പെൺകുട്ടിയുടെ വായും മൂക്കൊക്കെ അവരിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഭാഗ്യശ്രീ ഒച്ച വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്ത് ഭാഗ്യശ്രീയുടെ വായിൽ ഇവരൊരു തുണി തിരികെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ ഭാഗ്യശ്രീ മരണപ്പെട്ടു. അപ്പോൾ അതിനുശേഷം അവർ ബോഡി എന്ത് ചെയ്യുമെന്നുള്ളൊരു കാര്യം ആലോചിക്കുകയാണ്. പിന്നീട് അവർ പൂനെ അഹമ്മദ് നഗർ ഹൈവേയിൽ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്രാമമുണ്ട്. ആ ഒരു ഗ്രാമത്തിൽ ബോഡി ഡംപ് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ആ ബോഡിയിലുണ്ടായിരുന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ ഇവർ അഴിച്ചെടുക്കുകയാണ്. കമർഗന്ധ് എന്നായിരുന്നു ആ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ആ ഒരു ഗ്രാമത്തിൽ വെച്ചിട്ട് ആ ബോഡി അവർ കത്തിച്ചു. അതിനുശേഷം അവിടെ ആ ഒരു ബോഡി കുഴിച്ചിടുകയും ചെയ്തു. പിന്നീട് അവർ അവിടെ നിന്ന് നേരെ സ്ഥലം കാലിയാക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു പോലീസിനോട് പറഞ്ഞ സ്റ്റോറി. എന്നാൽ പോലീസിന് വേറെയും കുറേ സംശയങ്ങളുണ്ട്. കാരണം ഈ ഒരു മർഡർ ഏറെക്കുറെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ബോഡി കത്തിക്കാനുള്ള പെട്രോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതുപോലെ തന്നെ വിളിച്ചു വരുത്തി ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു, കറക്റ്റ് പ്ലാൻ ചെയ്ത് കത്തിക്കുന്നു, പിന്നെ ബോഡി ഡിസ്പോസ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് പോലീസുകാർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പയ്യന് ആ പെൺകുട്ടിയുടെ അടുത്ത് ഒരു 1 സൈഡ് ലവ് ഉണ്ടായിരുന്നു എന്നും പിന്നീട് അത് നടക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ ചെയ്തതാണോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഭാഗ്യശ്രീ സാക്കൂർ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് എന്നുള്ളത്. അത് ആ പെൺകുട്ടിയുടെ കോളേജിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ മാറിയിട്ടാണ്. അതിന് മുൻപ് ആ പെൺകുട്ടി കോളേജിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ എന്തിനിത്ര ദൂരം ഇപ്പോൾ മാറി താമസിക്കുന്നു എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ ഇനിയും ചിലപ്പോൾ വീണ്ടും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. പോലീസ് ആ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. സെക്ഷൽ അസോൾട്ടോ മറ്റോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനകളും മറ്റൊക്കെ നടത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം ബോഡി ഓൾറെഡി കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബോഡി ഡിസ്പോസ് ചെയ്തുകൊണ്ട് തന്നെ അഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോഡിയുടെ കണ്ടീഷൻ അതായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ബോഡിയിൽ നിന്ന് സാമ്പിൾസും കാര്യങ്ങളൊക്കെ DNA ടെസ്റ്റിനും മറ്റൊക്കെ അയച്ചിട്ടുണ്ടെന്നായിട്ടാണ് പറയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് 22-23 വയസ്സുള്ള പയ്യന്മാരാണ് ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം ചെയ്തത്. എന്താണല്ലേ ലോകത്തൊക്കെ നടക്കുന്നത്, ആളുകളിലൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അപ്പോൾ ഇവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റോറി ആയിരിക്കുമോ ഈ ഒരു മേർഡറിൻ്റെ പിന്നിലുള്ളൊരു മോട്ടീവ്? അതായത് ഒരു 9 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമോ ഇവർ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത്? ഒരുപാടധികം കടങ്ങളും മറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തതായിട്ട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ വേറെ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൽ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.